അപ്പോൾ മക്കളെ അവസാനം നമുക്കിത് ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള എന്താണ് പ്രതീക്ഷ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഈഫൽ ടവറിൻ്റെ ഈ ഒരു സെക്ഷനിൽ മാക്സിമം ന്യൂ വെഡ്ഡിങ് കപ്പിൾസ് വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് അവരുടെ കംഫർട്ടബിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ്. അല്ല നമ്മുടെ നാട്ടിലെ കംഫർട്ട് എങ്ങനെ നമ്മൾ മറ്റുള്ളവരും കൂടി കംഫർട്ട് നോക്കും, മറ്റുള്ളവരെന്ത് കാണും എന്ത് വ്യൂ, അതാണ് മനസ്സിലായോ? ആക്ച്വലി ഇത് 5 റിയാലിനൊക്കെ ഉള്ളൂ, എങ്കിലും 5 റിയാലല്ല 5 യൂറോക്കെ ഉള്ളൂ. ബട്ട് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഹെൽപ്പ് എന്നുള്ള ലെവലിൽ നമ്മൾ അവൻ്റെ ഒക്കെ ഒന്നൊരു 8 റിയാലിനാണ് ഇത് മേടിക്കുന്നത്. വണ്ടി എടുക്കാനായിട്ടുണ്ട്, എല്ലാവരും ഓടി കയറുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈഫൽ ടവർ തൊട്ടടുത്താണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു ദിവസത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മിസ്റ്റർ ജാസിർ. ബിക്കോസ് ഈ കിടന്നുറങ്ങുന്നവരെ ഉറക്കപ്പായിന്ന് തട്ടി ഉണർത്തി മോട്ടിവേഷൻ ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നത് ജാസിയാണ്. ജാസി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു മോർണിംഗ് വ്യൂ കാണാൻ പറ്റില്ല. സോ നമ്മൾ ഈഫൽ ടവറിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് പാരീസിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ലോക്ക്. ഇത് ദുബായിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ പ്രോമിസ് ബ്രിഡ്ജ്, അതുപോലെയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഈഫൽ ടവർ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ആളുകൾ പേരൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. കുറേ ആളുകൾ രാവിലെ തന്നെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറേ ആളുകൾ ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ സ്റ്റാച്യൂസ് കാര്യങ്ങൾ വിൽക്കുന്ന ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറ്റ് ദ എൻഡ് ബിഗ് ആയിട്ട് കാണുന്നത് നമുക്ക് ഈഫൽ ടവറാണ്. ഇവിടുത്തെ ഫോട്ടോഷൂട്ട് നൗഷാദൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ സംഗതികൾ കാണിച്ചു കൊടുത്തിട്ട് ഫോട്ടോസ് എടുക്കുന്നതാണ്. മച്ചാൻ, you are amazing. Thank you. Light. No, light no good. Light no good. So friends, just miss your name please. Alioune. You are from Senegal. Mashallah, he's really amazing person. He took a lot of amazing pictures. Mashallah. Habib? He's really amazing. Last break. I will give you good price. Don't worry. അപ്പോൾ ജാസി ഏതായാലും നമുക്ക് ഈഫൽ ടവർ മേടിക്കുകയാണ്. ജാസി, ക്യാൻ യു ഗിവ് മീ വൺ? I will give you small one for free. യാ, മാഷാല്ലാ. അങ്ങനെ നമ്മളിതാ ഈഫൽ ടവറിൻ്റെ ഒരു സ്റ്റാച്ചു മേടിച്ചിട്ടുണ്ട്. This for you. ഓ മാഷാല്ലാ, താങ്ക് യു. Give all your family. യാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ആക്ച്വലി ഇത് 5 റിയാലിനൊക്കെ ഉള്ളൂ, എങ്കിലും 5 റിയാലല്ല 5 യൂറോക്കെ ഉള്ളൂ. ബട്ട് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഹെൽപ്പ് എന്നുള്ള ലെവലിൽ നമ്മൾ അവൻ്റെ ഒക്കെ ഒന്നൊരു 8 റിയാലിനാണ് ഇത് മേടിക്കുന്നത്. ഏതായാലും ഇവിടെ വന്നപ്പം ബിസിനസ്സിൻ്റെ വേറൊരു തലമാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇവിടെ നമുക്ക് ഞങ്ങളെ നിർത്തിക്കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു തന്നൊരു മച്ചാണ്ടല്ലോ. മൂപ്പര് ഫോട്ടോ എടുത്തതിന് ശേഷം മൂപ്പരുടെ കയ്യിൽ ഈ പിന്നെ ഈഫൽ ടവറിൻ്റെ സ്റ്റാച്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ കൊണ്ട് മൂപ്പര് എടുപ്പിച്ചു. അപ്പോൾ ഒരു റേറ്റ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മാക്സിമം ബാർഗൻ ചെയ്തിട്ട് ചെറിയ റേറ്റാണ് കൊടുത്തിട്ടുള്ളത്. 8 റിയാൽ. പക്ഷേ 8 റിയാൽ എന്ന് പറയുന്നത് 8 യൂറോ എന്ന് പറയുന്നത് അത്യാവശ്യം ബിഗാണ്. എനിവേ ദ വേ അല്ലെങ്കിൽ നമുക്കറിയാം ആൾ ചെയ്യുന്നൊരു വേ ഓഫ് ബിസിനസ് ഈസ് റിയലി ആബ്സം. ഇവിടെ ഈ ഈഫൽ ടവറിൻ്റെ ഈ ഒരു സെക്ഷനിൽ മാക്സിമം ന്യൂ വെഡ്ഡിങ് കപ്പിൾസ് വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒരു സീനാണ് കാണുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഇപ്പോൾ ലൈക്ക് 4 കപ്പിൾസാണുള്ളത്. ഇതാ ഇവിടെ ഒരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ആളുകൾ പോസ് ചെയ്ത് നിൽക്കുന്നു. പ്ലീഷേ ഒന്നുകൂടി കെട്ടണമെങ്കിൽ ഇതേപോലെ ഈഫൽ ടവറിൻ്റെ അടുത്ത് ഒരു മുത്തം കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ. ഏയ് അതാണ് ഫ്രിജി. അശോക നോക്കോ ഇതുപോലെ ഒരു ഫോട്ടോ സെക്ഷൻ അത് കണ്ടു നമ്മള് കണ്ടു ഈഫൽ ടവർ കാഴ്ചകൾ കാണാൻ വന്നതാണ്. അതാണ്. സോ ഈഫൽ ടവറിൻ്റെ സൈഡിലായിട്ടതാ ഇതുപോലെ നല്ലൊരു കനാല്, ചുറ്റും ഒരുപാട് മരങ്ങളും അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് കുറച്ച് വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ ഗാർഡന്,
നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ ആളുകളാണ് ഇവിടെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈഫൽ ടവറിൻ്റെ മുൻപിലുള്ള സ്നാക്സ് സാൻഡ്വിച്ചൊക്കെ ഷോപ്പ് ഓപ്പൺ ആക്കുകയാണ്. ഇവിടെയുള്ള ബസ്സുകളാട്ടോ, പാരീസിലുള്ള ബസ്സുകളാണ്. ഒരുപാട് ബസ്സുകളുണ്ട് ഇവിടെ. ഡബിൾ ഡെക്ക് ബസ് ഉണ്ട്, അതുപോലെ തന്നെ DJ ബസ്സുകളൊക്കെ ഉണ്ട്. ലൈക്ക് ഇന്നലെ നൈറ്റ് നമ്മൾ കണ്ടു DJ പാർട്ടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബസ്. മൊത്തത്തിലൊരു നാക്കാണ്. അപ്പം എന്തായാലും നമ്മളിപ്പോൾ രാവിലെ തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. കാരണം നമുക്ക് ഇനി ഇവിടുന്ന് നേരെ പോകാനുള്ളത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. അപ്പോൾ നമുക്ക് 9:30 അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ വല്ലാണ്ട് കറങ്ങി നിന്നാൽ നമ്മുടെ പ്ലാനൊക്കെ തെറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ള സംഭവങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് അല്ലേ, നമ്മൾ കുറേ ഓർമ്മകളൊക്കെ ബാക്കി വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. കുറഞ്ഞ സമയമാണെങ്കിൽ അടിപൊളിയായിട്ട് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈഫൽ ടവറിനോട് ഒരു ബബ്ബായി പറയുകയാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല. എന്തായാലും ഇതാക്കണേ, അതിമനോഹരമായ കനാലുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈഫൽ ടവറിനോട് ഒരു ബിഗ് 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 ബായ് പറഞ്ഞ് നമ്മൾ ഇവിടെ പറയാണ്. ജാസി, ഒറ്റ ചോദ്യം ചോദിക്കണേ, എന്താണ് മിസ് ചെയ്ത്? മിസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. നൗഷാൻ എന്താ മിസ് ചെയ്ത്? എന്ത് മിസ് ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് ജസ്റ്റ് മിസ്സായി തോന്നി എന്താണ്? നോ, ബസ്സിലെ യാത്ര. ഇത് മറ്റേ കടങ്കഥ വെച്ചിട്ട് ഉത്തരം പറയാനല്ല. ഏതായാലും നമുക്ക് ഏറ്റവും ടോപ്പ് ഇവിടുന്ന് മിസ്സായിട്ടുള്ളത് ബസ് യാത്ര. കാരണം നമ്മുടെ ടൈമിങ്ങും ഫ്ലൈറ്റൊക്കെ ഡിലേ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. കാരണം ഈ ഒരു ബസ് ഓപ്പൺ ഡെക്ക് ബസ്സിലൊക്കെ പോവാന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ബട്ട് വാട്ട് ടു ഡു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് ഇങ്ങനെ കണ്ടുപോവാം. പോയി കഴിക്കാൻ പറ്റുമോ? Yeah. This one, yes. Yes. Attention. Nice. അടിപൊളി. അപ്പം നമ്മളെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്ക് ടു റൂം. ഓക്കെ ബ്രദർ, താങ്ക് യു. സോ നമ്മുടെ ഹോട്ടലിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നതാണ്. ഇതാണ് റിയാസാണ് നമുക്കുള്ള ഫുഡ് എടുക്കുന്നത്. ഒരു പ്ലേറ്റ് എടുത്താൽ എല്ലാം കൂടി ഒന്ന് കാർഡ് വെച്ചാൽ കൂടുതൽ വേണ്ടല്ലോ, ഒന്ന് മതി. ലൈറ്റ് ആയിട്ട് മതി. ലൈറ്റ് രണ്ട് ചോക്ലേറ്റ്സ്. ന്യൂട്ടല എടുത്തോ. അത് വേണ്ട, അത് ജാമ് ഡബിൾ എടുത്തു. ഈ അപ്പം ഓ ഒരെണ്ണം എടുത്താൽ. അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടലിലുള്ള ഒരു ആംബിയൻസും ഫുഡും സംഭവങ്ങളും. നമ്മൾ ജസ്റ്റ് ഒരു 3 സംഭവം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഓൾറെഡി കഴിച്ചതാണ്. ഇത് ജസ്റ്റ് ഇപ്പം രണ്ടാമത് റിയാസിൻ്റെ കൂടെ ഒരു കാർഡും കൂടെ ഉണ്ടെങ്കിൽ അതിൽ കഴിക്കുകയാണ്. സോ ഇറ്റ്സ് റിയലി നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഉള്ള സിറ്റി വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതാ ഇപ്പം നിൽക്കുന്നത് മെട്രോ സ്റ്റേഷൻ്റെ അകത്താണ്. ഇവിടെ പ്ലാറ്റ്ഫോമിലുള്ളത്. ഇപ്പം ഇവിടുന്ന് ഓരോ 4 മിനിറ്റിലാണ് ട്രെയിൻ കാണിക്കുന്നത്. അപ്പോൾ ഓരോ 4 മിനിറ്റ് കഴിയുന്തോറും ട്രെയിനുകൾ വന്നു പോയിരിക്കും. എന്തായാലും
നമ്മളിപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവരോട് അങ്ങോട്ട് കയറാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ നെറ്റിൽ കിട്ടിയിട്ടില്ല. സോ നമ്മളിതാ സ്റ്റേഷൻ ഏകദേശം എത്താറായിട്ട് ഇനി ഒരു സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങും. അവിടെ നിന്നാണ് നമ്മളടുത്ത പരിപാടികൾ. അപ്പോൾ നമ്മൾ ഗാർഡി ലിയോൺ എന്ന സ്റ്റേഷനിലാണ് ഇവിടെ ഇറങ്ങുന്നത്. അവിടെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിരിക്കുന്നു. ഇറങ്ങിക്കളി ഗാർഡി ലിയോണിൽ നമ്മൾ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. സോ ഫൈനലി വി റീച്ച്ഡ് ഗാർഡി ലിയോൺ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്വിസ്സിലേക്കുള്ള ട്രെയിൻ കയറുന്നത്. ഹൗ വാസ് ദ ജേർണി? Hope you enjoyed, right? Yeah, it was wonderful journey. പിന്നെ ഈ ചിരിയും കളിയൊക്കെ അവിടെ എത്തിയാലും ആണ്. അല്ല നിങ്ങൾ ഇവിടെ തന്നെ കൂടുതൽ ഇവിടെ കൂടുതൽ ഇവിടെ വളരെ ഡിഫറെന്റ്. എനിക്ക് ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇഷ്ടപ്പെടാൻ കാരണം? ഇവിടുത്തെ നമുക്ക് ഇഷ്ടമാകുന്നത് ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെ. ഇവിടെ എന്ന് വെച്ചാൽ പ്രായഭേദമന്യമില്ലാതെ വസ്ത്രധാരണമാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ വളരെയധികം അവർക്ക് കംഫർട്ടായ ഡ്രസ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ കംഫർട്ടൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വ്യൂ നോക്കിയിട്ടുള്ള ഒരു ഡ്രസ്സിങ് അല്ല ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങൾ നോക്കാം അതേ അമ്മാമ്മ ഞാൻ ഒന്നിനൊക്കെ നോക്കാം വളരെ മോഡേൺ ആയിട്ട് ചെറിയ കുട്ടി നമ്മുടെ നാട്ടിലൊക്കെ വേണമെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡ്രസ്സുകൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് അവർ തരുന്നത്. ആളുകളാണ് അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് അവരുടെ കംഫർട്ടബിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ്. അല്ല നമ്മുടെ നാട്ടിലെ കംഫർട്ട് എങ്ങനെ നമ്മൾ മറ്റുള്ളവരും കൂടി കംഫർട്ട് നോക്കും. മറ്റുള്ളവർ എന്ത് കാണും എന്ത് വ്യൂ അതാണ് മനസ്സിലായോ? So that's the difference which you like here. വലിയൊരു ഡിഫറൻസ് ആണ്. സോ അതുകൊണ്ടാണ് അമീർ ഭായിക്ക് ഇവിടെ തന്നെ കൂടണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ട്. വളരെ നൈസ് പോയിന്റ്. സോ ദിസ് ഈസ് ദി ടിക്കറ്റ് ഫോർ മെട്രോ. അപ്പോൾ മക്കളെ അവസാനം നമുക്കിതാ ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള എന്താണ് പ്രതീക്ഷ? സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇതാണല്ലേ, ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഒരു ഗെറ്റപ്പും സെറ്റപ്പും. ഇപ്പോൾ ഉണ്ടോ ഫ്രാൻസ് ടു സ്വിസ് സംഗതി നേക്കാണ്. ഇപ്പോൾ നമ്മളിതാ ബാഗൊക്കെ എടുത്ത് നമ്മുടെ യാത്ര തുടരുകയാണ്. ഉണ്ടോ വണ്ടി നമ്മൾ വണ്ടി എടുക്കാനായിട്ടുണ്ട്. എല്ലാവരും ഓടി കയറുകയാണ്.